പൗരത്വ ഭേദഗതി നിയമം മുസ്ലിം സമൂഹത്തിനെതിരാണെന്ന മുഖ്യമന്ത്രിയുടെ മലപ്പുറം പ്രസംഗത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. വിഷയത്തിൽ ബിജെപി അടക്കമുള്ളവർ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകൾ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് തന്നെയാണ് പൊതുസമൂഹവും പറയുന്നത്. എം കെ വിനോദ് ചേരുന്നു. വിനോദ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുഖ്യമന്ത്രിയാണ്, സംസ്ഥാന മുഖ്യമന്ത്രിയാണ് ഈ രീതിയിൽ വിദ്വേഷം വളർത്തുന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു കലാപാഹ്വാനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഇതൊരു കലാപ ആഹ്വാനം തന്നെയാണ്. കാരണം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ വളരെ സമചിത്തതയോടെ സംസാരിക്കേണ്ട ആളാണ് മുഖ്യമന്ത്രി. ഏതെങ്കിലും മതവിഭാഗത്തെ പ്രകോപിപ്പിക്കാനോ അവരെ ആ ഒരു കലാപത്തിലേക്ക് അഴിച്ചുവിടാനോ ഉള്ള പ്രേരണ ഒരു കാരണവശാലും, പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാൾ നിർവഹിക്കാൻ പാടില്ല. കാരണം നമുക്കറിയാം, ശബരിമല പ്രക്ഷോഭ കാലത്ത് പോലും, ശബരിമല യുവതീ പ്രവേശന കാലത്ത് പോലും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പരമാവധി ഒഴിവാക്കിയാണ് BJP അടക്കമുള്ള സംഘപരിവാർ അടക്കമുള്ള ആളുകൾ സംസാരിച്ചതും എല്ലാം. മറ്റൊരു മതവിഭാഗത്തെ പ്രകോപിപ്പിക്ക തരത്തിലുള്ള യാതൊരു പരാമർശങ്ങളോ പ്രക്ഷോഭങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചത് മുസ്ലിം സമൂഹത്തെ ഒന്നാകെ ഇല്ലായ്മ ചെയ്യുന്ന, അവരെ നിഷ്കാസനം ചെയ്യുന്ന ഒരു ബില്ലാണ്, അല്ലെങ്കിൽ ഒരു ഭേദഗതി നിയമമാണ് വന്നിരിക്കുന്നത് എന്നുള്ള വളരെ തെറ്റായ ഒരു വ്യാഖ്യാനമാണ് മുഖ്യമന്ത്രി നടത്തിയത്. അതും മലപ്പുറത്ത് നമ്മൾക്കറിയാം, മുസ്ലിം സഹോദരങ്ങൾ ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശത്താണ്. അവിടെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. കാരണം ഈ ബില്ലിനെ പറ്റി മനസ്സിലാക്കാത്ത സാധാരണക്കാർ വരെ ആ യോഗത്തിലുണ്ടായിരുന്നു. അവർക്കൊക്കെ തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. പക്ഷേ ഈ ബില്ലിനെ പറ്റി അറിയുന്നവർക്കറിയാം, നമ്മുടെ ഈ ഭാരതത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് പോലും അവർക്ക് ദോഷകരമായി ബാധിക്കുന്ന ബില്ലല്ല എന്ന് കൃത്യമായി അറിയാം. എന്ന് കൃത്യമായി അറിയാവുന്ന, ഇക്കാര്യങ്ങൾ വ്യക്തമായി അറിയാവുന്ന മുഖ്യമന്ത്രിയാണ് ഇതിവിടുത്തെ മുഴുവൻ മുസ്ലിം സമൂഹത്തെയും ബാധിക്കുന്നതാണ്, അവരെ ഇല്ലായ്മ ചെയ്യുന്നതാണ് എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തി അവിടെ പ്രസംഗം നടത്തിയത്. അത് തികച്ചും ചട്ടവിരുദ്ധമായ, തെരഞ്ഞെടുപ്പ് നിയമങ്ങൾക്ക് വിരുദ്ധമായ ഒരു പരാമർശമാണ്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. അതും അദ്ദേഹം വളരെ സ്വാഭാവികമായി സംസാരിച്ചതല്ല, എഴുതി തയ്യാറാക്കിയ പ്രസംഗമാണ്. അദ്ദേഹം എഴുതി തയ്യാറാക്കി വായിക്കുന്നതായി നമുക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ വളരെ കൃത്യമായി പ്ലാൻ ചെയ്താണ് അദ്ദേഹം ആ പ്രസംഗം നടത്തിയത്. എന്തായാലും അതിനെതിരെ പരാതി വന്നിട്ടുണ്ട്. പരാതി സ്വാഭാവികമായി പരിശോധിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം പരിഗണിക്കും എന്ന് തന്നെ നമുക്ക് കണക്ക് കൂട്ടേണ്ടി വരും. മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി രാഷ്ട്രീയ നേതാക്കളും അല്ലെങ്കിൽ മറ്റ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും സംസാരിച്ചാൽ നമുക്കതിനെ കുറ്റം പറയാനാവില്ല. അവരൊക്കെ ചിലപ്പോൾ മുഖ്യമന്ത്രിയെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയേക്കാം. മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രിയുടെ പദവിയിലിരിക്കുന്ന ഒരാൾ പറഞ്ഞത് അത് വളരെ ശരിയായ കാര്യമാണ് എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ദൂരവ്യാപകമായ ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത്. ഒന്നുകിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തെ പ്രകോപിപ്പിക്കാനായി താനൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്, അല്ലെങ്കിൽ താൻ പറഞ്ഞതിനെ തെറ്റായി വ്യാഖ്യാനിച്ചു എന്ന് മുഖ്യമന്ത്രി പറയേണ്ടതുണ്ട്. ഇതിന്മേൽ യാതൊരു മറുപടിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച വിവിധ സെമിനാറുകൾ CPM തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. വിവിധ മേഖലകളിലാണ് അത്. കോഴിക്കോട് അല്ലെങ്കിൽ മലബാർ മേഖല, അതേപോലെ തന്നെ തിരുവിതാംകൂർ മേഖലയിലൊക്കെ തന്നെ, പ്രത്യേകിച്ചും മുസ്ലിം സമൂഹത്തിന് കൂടുതൽ വോട്ടുള്ള മേഖലയിലൊക്കെ തന്നെ CPM ഇത്തരത്തിലുള്ള സെമിനാറുകൾ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവിടെയെല്ലാം മുഖ്യമന്ത്രി തന്നെയാണ് പ്രധാനമായും സംസാരിക്കുക. അദ്ദേഹത്തിൻ്റെ ആദ്യ പരിപാടിയിൽ തന്നെ അദ്ദേഹം നടത്തിയ പ്രസംഗം വളരെ വിവാദമായിരിക്കുന്നു. ഇനി തുടർ യോഗങ്ങളിലും അദ്ദേഹം ഇത്തരത്തിൽ സംസാരിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായി ഇടപെടേണ്ടി വരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ പരാതി പോയിട്ടുണ്ട്. പോലീസിലും ബന്ധപ്പെട്ട അധികാരികളും ഒക്കെ തന്നെ പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി വളരെ നിയന്ത്രണത്തോടു കൂടി സംസാരിച്ചില്ല എങ്കിൽ സംസ്ഥാനത്ത് ഒരു കലാപത്തിനുള്ള ഒരു ആഹ്വാനം ഇതിലൂടെ ഉണ്ട് എന്ന് വ്യാഖ്യാനിച്ചാൽ അതിനെ കുറ്റം പറയാനാവില്ല. രോഹിണി, അതുമാത്രമല്ല വിനോദ്, എത്രമാത്രം വിഷലിപ്തമായ വാക്കുകളാണ് എന്നുള്ളത് നമ്മൾ പ്രസംഗത്തിൽ കണ്ടതാണ്. ഭാരതത്തിൽ ഒരു ഭേദഗതി നിയമം വരുമ്പോൾ സംസ്ഥാനത്തിന് അത് അനുസരിക്കാനുള്ള ബാധ്യത നിലനിൽക്കെയാണ് സംസ്ഥാനം പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇത് നടപ്പിലാക്കില്ല എന്നുള്ള പ്രസ്താവന ആദ്യം പറയുന്നത്. അതിനുശേഷം നമ്മൾ കണ്ടതാണ് പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഈ CAA വിരുദ്ധ കലാപത്തിൽ ഏർപ്പെട്ടവരിലെല്ലാം കേസിൽ നിന്ന് പിൻവലിക്കുന്ന സാഹചര്യം. അതിനുശേഷമാണ് ഇത്തരത്തിൽ മുസ്ലിം സഹോദരങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അങ്ങേയറ്റം തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകൾ വരുന്നത്. അതായത് ഈ CAA വരുന്നതോട് കൂടി മുസ്ലിം സമൂഹം തന്നെ ഭാരതത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടും എന്നുള്ള അപക്വമായ രീതിയിലാണ് മുഖ്യമന്ത്രി പരാമർശം നടത്തുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത്രയും നിരുത്തരവാദപരമായ ഒരു പരാമർശം നടത്തിയത് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്.
തീർച്ചയായും രോഹിണി, നമുക്കറിയാം ലോക്സഭയിലെ പ്രതിപക്ഷത്ത് എത്രയോ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്, അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ കൃത്യമായി ഉന്നയിക്കുന്ന എത്രയോ സംഘടനകളുണ്ട്. അവരാരും പറയാത്ത വലിയൊരു വ്യാഖ്യാനമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം കേരളം ഈ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ പിണറായിയുടെ കാലഘട്ടത്തിൽ നാളിതുവരെ സംസ്ഥാന സർക്കാരുകൾ പിന്തുടരുന്ന നയത്തിന് വിരുദ്ധമായി ആരും കാണിച്ചു കൂട്ടാത്ത കാര്യങ്ങളാണ് കാണിക്കുന്നത്. കാരണം നമ്മൾക്കറിയാം രാഷ്ട്രപതിക്കെതിരെ പോലും സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത ഒരു സംസ്ഥാന സർക്കാർ ഈ ഭാരത മഹാരാജ്യത്ത് വേറെ ഉണ്ടാവില്ല. എത്രയൊക്കെ എതിർപ്പുണ്ടായാലും, എത്ര എതിർ കക്ഷികളാണെങ്കിൽ പോലും രാഷ്ട്രപതിക്കെതിരെ ഒരു കേസ് കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു ഭരണകൂടം ഈ രാജ്യത്ത് വേറെ ഉണ്ടാവില്ല. ആ ഒരു തരത്തിലാണ് ഈ രാഷ്ട്രപതിക്കെതിരെ പോലും സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഒരു രീതി മുഖ്യമന്ത്രി കൈക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമം മുസ്ലിം സമൂഹത്തെ ഒന്നാകെ നിഷ്കാസനം ചെയ്യുന്നതാണ്. ഇവിടുത്തെ മുസ്ലിം വിഭാഗത്തിനെ എല്ലാം ഇവിടെ നിന്നും സമ്പൂർണ്ണമായി ഒഴിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ബില്ലാണ് എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനം അദ്ദേഹം നടത്തിയത് ഒരു കലാപ ആഹ്വാനമായി തന്നെ കാണേണ്ടി വരും. എന്തായാലും ഈ പ്രസ്താവന വളരെ ഗുരുതരമായ ചട്ടലംഘനമായി തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. അദ്ദേഹത്തിന് ഇനിയും ഈ വിഷയത്തിൽ നിരവധി സെമിനാറുകൾ അദ്ദേഹത്തിന് വേണ്ടി സംഘടിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയാണ് അവിടെ എല്ലാം സംസാരിക്കുന്നത്. ഇത്തരത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് എങ്കിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സ്വാഭാവികമായി ഉയർന്നു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.